നമ്മുടെ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ദർസ്, ദഅ്വാ കോളേജ് പോലെയുള്ള സ്ഥാപനങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മെ നയിക്കുന്ന ഒരു കരിക്കുലം നാം അതിനെക്കുറിച്ച് ബോധവാന്മാരാണോ? ഒരു കരിക്കുലം എന്നത് വിദ്യാഭ്യാസ സംവിധാനത്തിൽ സിലബസിനെ അപേക്ഷിച്ച് വളരെ പ്രധാനമാണ്. അഥവാ ഒരു വിദ്യാഭ്യാസ പ്രക്രിയ, അധ്യാപനം ഇത് മുന്നോട്ട് പോകേണ്ടത് ഏത് ലൈനിലൂടെയാണ്? ഏതൊക്കെ ലൈനിലൂടെ പോയി എവിടെ തുടങ്ങി, ഏത് ലൈനിലൂടെ പോയി എവിടെ അവസാനിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു ടോട്ടൽ അവയർനെസ് ഉണ്ടാക്കി തരാൻ ഉപകാരപ്പെടുന്നതാണ് കരിക്കുലം. ഈ കരിക്കുലത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് എവിടെയെങ്കിലും പഠനത്തിന് ബ്രേക്ക് വരുമ്പോഴും അതിൻ്റെ സൊല്യൂഷൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ് കരിക്കുലം. ഒരു കരിക്കുലം എന്നത് നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ അത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഏതൊക്കെ ഔട്ട്കം എവിടെയൊക്കെ ഉണ്ടാകണം എന്ന് തീരുമാനിക്കാൻ നമ്മെ സഹായിക്കുന്നതാണ് കരിക്കുലം. അതുകൊണ്ട് തന്നെ കരിക്കുലം എന്നത് നമ്മുടെ പഠന സംവിധാനത്തിലെ നേട്ടങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഓരോ ഘട്ടങ്ങളും ഏതൊക്കെ സാധ്യതകളിലൂടെയാണ് പോകുന്നത്, ഏതൊക്കെ നേട്ടങ്ങൾ എപ്പോഴൊക്കെ ഉണ്ടാകണം, ഇതേക്കുറിച്ചൊക്കെ കൃത്യമായ ഒരു പ്രീ പ്ലാൻ, നേരത്തെയുള്ളൊരു പ്ലാനിംഗ് ആണ് കരിക്കുലം എന്ന് പറയുന്നത്. അത് ഓരോ പ്രായത്തിനനുസരിച്ച് ഏതൊക്കെ പ്രായത്തിൽ ഏതൊക്കെ അറിവുകൾ നേടിയിരിക്കണം, അതുപോലെ ഏതൊക്കെ സ്കില്ലുകൾ ഏത് ലൈനിലൂടെയാണ് ആ സ്കിൽ ഡെവലപ്മെൻറ്റ് നടക്കേണ്ടത്, ഏതൊക്കെ സ്കില്ലുകൾ നടക്കണം, ഏതൊക്കെ ലൈനിലൂടെ സ്കിൽ ഡെവലപ്മെൻറ്റ് നടക്കണം, അതിൻ്റെ അലൈൻമെൻറ്റ് എന്താണ്, അതുപോലെ സ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ അത് മനസ്സിലാകണമെങ്കിൽ അസസ്മെൻറ്റുകൾ നടക്കണം. ടൈം അപ്രോപ്രിയേറ്റഡ് ആയി സമയബന്ധിതമായി നമുക്ക് സ്കിൽ സ്കിൽ നേടിയിട്ടുണ്ടോ എന്ന് വിലയിരുത്താൻ കഴിഞ്ഞാൽ മാത്രമേ ആ കുട്ടികൾക്ക് പുരോഗതികൾ മനസ്സിലാക്കി സ്കില്ലുകൾ നൽകാനും പോരായ്മയുള്ളയിടത്ത് പരിഹാര പ്രക്രിയകൾ ചെയ്യാനും കഴിയുകയുള്ളൂ. തീർച്ചയായും കരിക്കുലം ഉണ്ടാവുകയും അത് അധ്യാപകർക്ക് മനസ്സിലാവുകയും അതിൽ ഇടപെടേണ്ട സമയത്ത് അവരുടെ ഇൻ്റർവെൻഷൻ, ഇടപെടൽ, ഇസ്തിദ്ഹാൽ, ആ ഇടപെടേണ്ട സമയത്ത് സമയബന്ധിതമായി ഇടപെടാൻ കഴിയുക എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നാം നയിക്കുന്ന വിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ ഇത് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ? നാം അത് വിലയിരുത്തുകയും ആവശ്യാനുസരണം അതേക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യണം. അങ്ങനെയാകുമ്പോൾ വിദ്യാഭ്യാസ പ്രക്രിയകൾ ഏറെ മൂല്യങ്ങളും ഏറെ നേട്ടങ്ങളും ഉണ്ടാകും.